ജയിലിൽ കിടന്നും തടിയന്റെ ഇവിടെ നസീർ തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കിയെന്ന് എൻഐയുടെ കണ്ടെത്തൽ. ലഷ്കർ-ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ 2023 ബംഗളൂരുവിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താനിരുന്ന പദ്ധതി പാളിയതിന് പിന്നാലെയായിരുന്നു നീക്കം. അറസ്റ്റിലായ ജയിലിലെ ഡോക്ടർ നാഗരാജ് മുസ്ലിം യുവാക്കളായ തടവുകാരെ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രേരിപ്പിച്ചെന്നും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ജയിലിലെ തടവുകാരെ എൻഐഎ ചോദ്യം ചെയ്യുകയാണ്. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വളരെ ശക്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ തടിയന്റെ ഇവിടെ നസീറിന് ഇത്തരം മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ പുറത്തുനിന്ന് സഹായം നൽകുന്നു എന്നുള്ള നിഗമനങ്ങളിലേക്കൊക്കെ എത്തിയിരുന്നു. ആ തരത്തിലുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നാലാണ് കൂടുതൽ പ്രതികൾ പുറത്തേക്ക് വരിക. എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരിക എന്നതൊക്കെ എൻഐയുടെ പഴയ ഉദ്യോഗസ്ഥർ പോലും നമ്മളോടക്കം പ്രതികരിച്ചിരുന്നതാണ്. ഇതേത് രീതിയിലേക്കാണ് പുതിയ വെളിപ്പെടുത്തലുകളും അന്വേഷണങ്ങളും നീങ്ങുന്നത്? അപർണ, തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീറിന് സഹായം എത്തിച്ചു നൽകിയ 3 പേരെ അറസ്റ്റ് ചെയ്ത എക്സ്ക്ലൂസീവ് വാർത്ത ന്യൂസ് 18 ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത്. പരപ്പന അഗ്രഹാര ജയിലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, തീവ്രവാദ കേസിൽ ഒളിവിൽ പോയ ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിങ്ങനെ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2023 ബാംഗ്ലൂരിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ലഷ്കർ-ഇ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടന പരമ്പരകൾ നടത്തുവാനുള്ള നീക്കം ആയിരുന്നു തടിയന്റെ വിട നസീർ ജയിലിൽ ഇരുന്നു കൊണ്ട് ആസൂത്രണം ചെയ്തത്. അത് പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ കൂടിയാണ് 8 പേർ അറസ്റ്റിലാവുകയും ചെയ്തത്. എന്നാൽ ഈ നീക്കം പരാജയപ്പെട്ട തുടർന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളും ഒപ്പം ആക്രമണ പദ്ധതികളും തടിയന്റെ വിട നസീർ അവസാനിപ്പിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. NIA നടത്തിയ അന്വേഷണത്തിൽ ആണ് ഈ കണ്ടെത്തൽ ഉള്ളത്. അതായത് 2023 വിവിധ പ്രദേശങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി യുവാക്കളെ അടക്കം ഏകോപിപ്പിക്കുന്ന നടപടിയായിരുന്നു തടിയന്റെ വിട നസീർ ജയിലിൽ ഇരുന്നു കൊണ്ട് ചെയ്തത്. അത് പരാജയപ്പെട്ടതിന് ശേഷം കൂടുതൽ തടവുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഘത്തെ രൂപീകരിക്കുവാനുള്ള നീക്കം തടിയന്റെ വിട നസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം തടവുകാരായിട്ടുള്ള യുവാക്കൾ ആയ ആളുകളെ ആണ് ഈ തരത്തിൽ സംഘടിപ്പിച്ചത് എന്നതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരമായി NIAയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതിന്റെ ഏകോപനം എങ്ങനെ നടന്നു എന്നതിലേക്കാണ് NIA ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതിൽ നിർണായകമായ പങ്കാളികളും കണ്ണികളുമായി വർത്തിച്ചിട്ടുള്ളത് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള സൈക്യാട്രിസ്റ്റും അതോടൊപ്പം തന്നെ ASIയും ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവർക്ക് യഥേഷ്ടം ജയിലിനുള്ളിൽ തടവുകാരുമായി ഇടപെടാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള നാഗരാജുവിന് അടക്കം, അതായത് ഈ തടവുകാരെ അവരുടെ ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് മുക്തരാക്കുക എന്നതാണ് നാഗരാജിന്റെ ഉദ്യമം എങ്കിലും അതായിരുന്നില്ല നാഗരാജ് നടത്തിയിരുന്നത്. മറിച്ച് കൂടുതൽ തീവ്രവാദ ശേഷി ഉള്ളവരാക്കി ഈ തടവുകാരെ മാറ്റുകയാണ് നാഗരാജ് ചെയ്തത് എന്നാണ് ഇപ്പോൾ NIAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ വ്യക്തമായതാണ്, ASI അതായത് ഈ തടവുകാരെ കോടതിയിലേക്ക് അടക്കം മാറ്റുമ്പോൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ സഞ്ചാരപാത, ഈ വാഹനത്തിന്റെ സഞ്ചാരപാത, യാത്രയുടെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആയിരുന്നു ASI ചോർത്തി നൽകിയിരുന്നത് എന്ന വിവരം നേരത്തെ തന്നെ NIAക്ക് ലഭിച്ചതാണ്. ASI ചാൻ പാഷ ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഈ അതായത് പ്രതികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ അനുമാനം. അതായത് വളരെ കൃത്യമായി ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന് മൊബൈൽ ഫോണുകളുടെ അടക്കം സഹായത്തോടു കൂടിയാണ് തടിയന്റെ വിട നസീറിന് ഈ പ്രവർത്തികൾ ചെയ്യാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ചാറ്റുകൾ, മൊബൈൽ കോളുകൾ ഉൾപ്പെടെയുള്ളവ വിശദമായി NIA പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഈ മൊബൈൽ ഫോൺ എവിടെ നിന്നാണ് ലഭിച്ചത്, ഒപ്പം ഈ ചാറ്റുകളിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ജയിലിനകത്തും പുറത്തും ഈ ചാറ്റിന്റെ ഭാഗമായിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. NIAയുടെ വിവിധ സംഘങ്ങൾ ആണ് അതിവേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തീവ്രവാദ പ്രവർത്തനം പുറത്ത് നടന്നു എന്നതിനപ്പുറത്ത് ജയിലിനകത്ത് തന്നെ തടിയന്റെ വിട നസീറിന് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നതാണ് NIA പോലും ഞെട്ടിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു തടവുകാരന്, തീവ്രവാദ കേസിൽ അറസ്റ്റിലായി തടവിൽ കഴിയുന്ന തടവുകാരൻ
സഹതടവുകാരെ, പ്രത്യേകിച്ച് ജീവപര്യന്തം തടവും മറ്റും അനുഭവിച്ചുകൊണ്ടുള്ള ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരെ ആണ് പ്രധാനമായും ഈ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ഇവർ പരോളിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ ചാടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു നൽകുക, ആ സൃഷ്ടിച്ചു നൽകുന്ന അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തുക, അത്തരത്തിലുള്ള പ്രവർത്തനമായിരുന്നു തടിയന്റെ വിട നസീർ ജയിലിനകത്ത് ഇരുന്നു കൊണ്ട് ചെയ്തത്. അതിലൊരു പക്ഷേ ഈ പരോളിന് ഇറങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നീക്കങ്ങൾ പോലും നടക്കുന്നത് ഈ തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടു കൂടിയായിരുന്നു എന്നതാണ് ഇപ്പോൾ NIAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ആ ജയിലിന് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം ഈ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട തടവുകാരെ ഏകോപിപ്പിക്കുകയും അവർക്ക് ജയിൽ ചാടാനും മറ്റുമൊക്കെ അവസരം സൃഷ്ടിക്കുകയും ചെയ്യണമെങ്കിൽ പുറത്തു നിന്നുള്ള സഹായം ഉണ്ടാകണം. അത് പുറത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ളവരുടെ സഹായമാണ് ലഭിക്കേണ്ടത്. അത്തരം സഹായങ്ങളടക്കം കേന്ദ്രീകരിക്കാൻ ജയിലിനകത്തിരുന്നു കൊണ്ട് തടിയന്റെ വിട നസീറിന് സാധിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിൽ ആണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വകുപ്പ് തലത്തിൽ തന്നെ ASI ചാൻപാഷയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ ജയിലുമായി ബന്ധപ്പെട്ട് ഈ രണ്ടു പേർ, സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള നാഗരാജ്, അതോടൊപ്പം തന്നെ ചാൻപാഷ, ഇവർക്ക് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ സഹായം തടിയന്റെ വിട നസീറിന് ലഭിച്ചിരുന്നു. ഇവർ കണ്ണികളിൽ രണ്ടുപേർ മാത്രമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ NIA പരിശോധിച്ചു വരുന്നു. അതോടൊപ്പം ഈ ടെലിഫോണിൽ അടക്കം പുറത്ത് ആരൊക്കെയായിട്ടാണ് ആശയവിനിമയം നടത്തിയത് തടിയന്റെ വിട നസീർ, ആ ആശയവിനിമയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട്. ഒപ്പം നാഗരാജ് സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ ജയിലിലെ മറ്റ് തടവുകാർക്ക് അടക്കം മാനസികമായ പിരിമുറുക്കം ഒഴിവാക്കുന്നതിനും ഈ ക്രിമിനൽ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയുന്നതിനുമുള്ള തരത്തിലുള്ള ഗൈഡ് ലൈനുകൾ ആണ് നൽകേണ്ടിയിരുന്നത്. അത്തരം കൗൺസിലിംഗ് ആണ് നൽകേണ്ടിയിരുന്നത്. പക്ഷേ നാഗരാജ് അല്ല ചെയ്തിരുന്നത് എന്നത് NIAക്ക് വ്യക്തമാകുമ്പോഴും അതിലും NIAക്ക് സംശയമുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യം വെച്ചിരുന്ന തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് മാത്രമാണോ ഇത്തരത്തിൽ പരിശീലനം അല്ലെങ്കിൽ ഇത്തരത്തിൽ കൗൺസിലിംഗ് നൽകിയത്? മറ്റ് തടവുകാരെ ഏത് തരത്തിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്? അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ള മാനസികമായ അവരുടെ നില മെച്ചപ്പെടുന്ന തരത്തിൽ ആണോ, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കാം എന്നത് സംബന്ധിച്ചൊക്കെ ആണോ നാഗരാജ് ട്രെയിനിങ് നൽകിയിരുന്നത്? അതെയോ ഇതര മതവിഭാഗങ്ങളിൽ അടക്കം ഇത്തരം തീവ്രവാദ സ്വഭാവം അടിച്ചേൽപ്പിക്കാൻ നാഗരാജ് ശ്രമിച്ചിരുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ NIAക്കുള്ളത്. അതിന് കൃത്യമായി ഉത്തരം കണ്ടെത്തണമെങ്കിൽ ജയിലിൽ കഴിയുന്ന മറ്റ് തടവുകാരെ, ഇതര വിഭാഗങ്ങളിൽപ്പെട്ട തടവുകാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പരപ്പന അഗ്രഹാര ജയിലിൽ തടവിൽ കഴിയുന്ന തടവു പുള്ളികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് മാത്രമേ ഇതിലൊരു കൃത്യമായ നിഗമനത്തിലേക്ക് NIAക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ തടവുകാരെ ചോദ്യം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിൽ ആണ് NIA. ഒപ്പം ഈ നാഗരാജുവിൻ്റെയും ചാൻപാഷയുടെയും മറ്റു ബന്ധങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഗരാജിനെ പുറത്ത് ആരൊക്കെയായിട്ടാണ് ഇടപാടുകൾ ഉള്ളത്, ആരുമായാണ് സമ്പർക്കം പുലർത്തിയിരുന്നത്? ഈ ജയിലിന് അകത്ത് ഇത്തരത്തിൽ ബ്രെയിൻ വാഷിംഗ് ചെയ്യണമെങ്കിൽ അതിന് പുറത്തു നിന്നുള്ള സഹായം തീർച്ചയായും എത്തിയിട്ടുണ്ടാകും. അത് ലഷ്കർ-ഇ-തോയ്ബ പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി നാഗരാജിനെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം പരപ്പന അഗ്രഹാര ജയിലിലെ മറ്റ് ഉദ്യോഗസ്ഥർ, ജയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂടുതൽ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ലിങ്ക്, അതായത് ഈ ഗ്രൂപ്പുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, അവർ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ NIA വിശദമായി പരിശോധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് NIAയുടെ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിലും ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്ന തടിയന്റെ വിട നസീറിന് ജയിലിനകത്ത് തന്നെ മറ്റൊരു തീവ്രവാദ ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അവരുമായി ആശയവിനിമയം നടത്താൻ പറ്റുന്നു, വളരെ കൃത്യമായി തീവ്രവാദ ആശയങ്ങൾ ഈ തടവ് പുള്ളികളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അപർണ, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പരപ്പനാഗ്രഹാര ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികൾ പല കുറ്റകൃത്യങ്ങളിൽ ജയിലിൽ ആയിട്ടുള്ളവർ ആണ്. അങ്ങനെ ജീവപര്യന്തം അടക്കം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ കൃത്യമായി തിരിച്ചറിയുക, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക, അതിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ തിരിച്ചറിയുക, അതിൽ തന്നെ തീവ്രവാദ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അങ്ങനെ 2023 സ്ഫോടന ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെങ്കിലും രാജ്യത്തിനകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും
വിഘടിത സ്വഭാവമുള്ള ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനും തുടർന്നും തടിയന്റെ വിട നസീറിന്റെ ഭാഗത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായി. അതിന് കൃത്യമായ സഹായം ജയിലിനകത്ത് തടിയന്റെ വിട നസീറിന് ലഭിച്ചു. അതോടൊപ്പം തന്നെ പുറത്തു നിന്നുമുള്ള സഹായവും തടിയന്റെ വിട നസീറിന് ലഭിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ NIA-ക്ക് ലഭിച്ചിട്ടുള്ളത്. KP അഭിലാഷ് വിവരങ്ങൾ നൽകിയത്. 2023 സ്ഫോടന പദ്ധതി പാളിയതിന് പിന്നാലെയുള്ള നീക്കത്തിന്റെ വിവരങ്ങളാണ് NIA-യുടെ അന്വേഷണത്തിന് പുറത്തുവരുന്നത്. സ്ഫോടന പരമ്പരകൾ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് മത തീവ്രവാദം വളർത്തിയെടുത്ത് ജയിലിലെ തടവുകാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പദ്ധതിയിലേക്കാണ് തടിയന്റെ വിട നസീർ കടന്നിരുന്നത് എന്നാണ് തടവുകാരെ ചോദ്യം ചെയ്യുകയാണ് NIA.